ഞങ്ങളോടൊപ്പം എന്ത് പറഞ്ഞ് നിൽക്കുകയാണെങ്കിലും ചിരിച്ചു. ഏറ്റവും റൊമാൻറ്റിക് ആരാണ്? ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് ആരാ? അല്ല, ശരി, അങ്ങനെ ചെയ്യല്ല. ചെയ്തില്ല അങ്ങനെ. അതിനൊരു 1000 പ്രാവശ്യം പറഞ്ഞ ഫ്രോഡാ അത് കേട്ടില്ല. എനിക്ക് ചില ആൾക്കാരെ വേദനിക്കത് വിചാരിച്ചു. നിഷ്കളങ്കമായ മുഖം നോക്കൂ. അല്ല, എനിക്കാണ് ചെറിയ കാര്യത്തിന് കൂടുതലും ദേഷ്യം വരില്ല. എനിക്കാണ് ദേഷ്യം പിടിക്കും. കുറ്റസമ്മതം മനസ്സിലായി. രണ്ടാളെ വിട്ടുകൊടുക്കരുത്. കേവലം ബിരിയാണി ഉണ്ടാക്കി തന്നിരുന്നു, അതൊക്കെ ഇഷ്ടപ്പെട്ടു. ട്രിപ്പ് വന്നൊരു ഫീൽ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിനു ഒരു 1 വീക്ക് കഴിയുമ്പോ എനിക്ക് ഹോം സിക്ക് ഉണ്ടാവോ എന്തെന്നാണ്. ആളുടെ ലവ് ലാംഗ്വേജ് എന്താ ശരിക്കും? എനിക്കങ്ങനെ ലവ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടോ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തോ എടുത്ത പടക്ക് പരിപ്പും കറി ഇഷ്ടം എന്ന് പറഞ്ഞേ. പിന്നെ അവളവിടെ പോകുമ്പോ എന്നും ഇത് തന്നെ പരിപ്പും കറി ഇഷ്ടപ്പെട്ട എന്തും പറയല് പേടിയാ. ഞാൻ ക്യാബേജിന്റെ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഞാൻ അടുത്ത വട്ടം വരുമ്പോ ചെയ്തു വെക്കുന്നുണ്ട്. എനിക്ക് എന്താ വെച്ചാല് കുറച്ച് സംസാരിച്ചാലേ എന്റെ മനസ്സ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ കുറച്ച് മിണ്ടാണ്ടിരിക്കെങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇങ്ങനെ ക്ലിയർ ആവണേ ഇങ്ങനെ പറയും. പിന്നെ വിശാലിന്റെ ഭാഗത്ത് വെച്ചാൽ മിണ്ടാതിരിക്കണം, സംസാരിക്കാണ്ട് നിന്ന് സ്വിച്ച് ഇട്ട പോലെ നാളേക്ക് റെഡിയാവും. ഞങ്ങൾ ഇനിയിപ്പോ എന്ത് പറഞ്ഞ് തെറ്റി മുറിച്ച് ഡിവോഴ്സ് പറഞ്ഞാലും ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടാൽ സോ അപ്പൊ നമ്മൾ ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കുകയാണ്. ഗെയിമിന്റെ പേര് ഹി ഓർ ഷി. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ച സാറിന്റെ കയ്യിലുണ്ട്. അപ്പം ആരാണോ തോന്നുന്നത് അവരുടെ ഫേസ് ഇങ്ങനെ കാണിക്കാം. അതിന്റെ റീസണും പറയാം. കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ കാണിക്കുന്നത് എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡി? ജയിച്ചിട്ട് വരാതൊക്കെ. ഓക്കെ, സ്മോക്ക് ചെയ്ത് പോലെ കണ്ടിട്ട് മേക്കപ്പിൽ കുറച്ച് മോഡേൺ ഞാൻ തന്നെ ആണോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. കള്ളക്കളി കളിക്കരുത്. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് ആരാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത്? ഇങ്ങോട്ട് നേരെ അങ്ങോട്ട് നോക്ക. ഞാനല്ല, ആദ്യം തന്നെ തെറ്റിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടാളും വലുതായിട്ട് അങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കേണ്ട എനിക്ക് തോന്നുന്നില്ല. ഇല്ല 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 ഇല്ല. പിന്നെ എന്തിനാ നിങ്ങളിത് കാണിച്ചത്? അല്ല, എങ്ങനെയാ വെച്ചാൽ ഇവളതല്ലേ പറഞ്ഞു. അതെ, നമ്മൾ പരസ്പരം അങ്ങോട്ട് അല്ലാണ്ട് നമുക്ക് ഇപ്പൊ തോന്നുന്നില്ല ഇവള് ചെലവാക്കേണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതെ, അപ്പൊ അതുപോലെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണെന്നൊരു ചിന്ത. അതെ ഞാൻ പറഞ്ഞത് രണ്ടാളും ചെലവാക്കല, അനാവശ്യമായി ചെലവാക്കലില്ല. പക്ഷെ എങ്കിൽ ചെലവാക്കാൻ നിക്കലില്ല. നമ്മുടെ ആവശ്യത്തിന് ചെലവാക്കും, അതാണ് അനാവശ്യമായിട്ട് ചെലവാക്കല്. ആവശ്യത്തിന് ചെലവാക്കും, അനാവശ്യത്തിന് ചെലവാക്കും. ചെലവാക്കുന്നൊന്നും അനാവശ്യമല്ല, അങ്ങനെ നമ്മുടെ ആവശ്യമാണത്. ബ്രില്യന്റ്. അതാണ് ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ലോജിക്കലി തിങ്ക് ചെയ്യും. അതൊക്കെ ഇഷ്ടല്ല. എനിക്ക് ചില സമയത്ത് ലോജിക്ക് അത്ര ഇഷ്ടമല്ല. മീൻസ് നമ്മളെന്തായാലും നേരത്തെ പറഞ്ഞില്ലേ ഇനി എന്തിനാ കരയണ്ട ഇതിനിങ്ങനെ ചെയ്താൽ പോരെ ചോദിക്കൂലേ. അപ്പൊ എന്നോട് അപ്പൊ മിഷാർ നേരത്തെ പറഞ്ഞില്ലേ അവൾക്ക് അങ്ങനെ ചില സമയത്ത് പറയുന്നത് ഇഷ്ടമല്ല. എനിക്ക് ചില സമയം ലോജിക്കായിട്ട് അതെങ്ങനെ ചെയ്താൽ ഇങ്ങനെ റെഡി ആയി കിട്ടും, അതെനിക്ക് ഇഷ്ടമല്ല. സാരല്ലേ അങ്ങനെ അങ്ങനെ കുറച്ച് സമയമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ബട്ട് നമുക്ക് ചില നേരം കുറച്ചൊരു എന്താ പറയാ
നമ്മളിപ്പോ കരയാണെങ്കിൽ നമ്മളിപ്പോ അല്ലേ എന്താ ചെയ്യാ അങ്ങനെ ചോദിക്കുന്നല്ലോ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം ഉണ്ടാവുക. ഞാൻ എന്തേലും ഒരു ഇത് പറയുമ്പോ പറയോ അത് നമുക്ക് ഇങ്ങനെ ചെയ്താല് ഇങ്ങനെ പ്രാക്ടിക്കലി ആൻസർ പെട്ടെന്ന് പറയും, പ്രശ്നം സോൾവ് ചെയ്യാനുള്ള. വെഡിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ടെൻഷൻ അടിച്ച് എന്താ ചോദിച്ചപ്പോൾ എനിക്ക് കുറെ കൊളാ ചെയ്യാണ്ട് 3 ദിവസം കൊണ്ട് 6 കഴിക്കും എന്താ ചെയ്യേണ്ടി പറഞ്ഞു. 3 ദിവസം ഉണ്ടല്ലോ ഡെയിലി 2 വെച്ച് ചെയ്യ്. ടെൻഷൻ അടിക്കാനല്ലോ. രാവിലെ ഒന്ന് രാത്രി ഒന്ന് അതെനിക്കറിയാലോ 6 ദിവസത്തിൽ 3 അങ്ങനെ വെച്ച് ചെയ്ത ടെൻഷൻ ഇത് കൊറേ ഉണ്ടല്ലോ എന്നുള്ളതാണ് ടെൻഷൻ. അപ്പൊ എനിക്ക് അന്ന് നമ്മള് വീട്ടിൽ നിന്ന് മാറിയ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഔട്ട് പോകേണ്ടത്. അപ്പൊ പഠിച്ചോണ്ട് ഇതൊക്കെ ഇങ്ങനെ തീർക്കുക എന്നുള്ളൊരു ടെൻഷൻ വന്നപ്പോ നമ്മള് അതപ്പോ എന്റെ അടുത്ത് വന്നിരുന്നേ അത് കുറച്ചെണ്ണം ഉണ്ടില്ലേ സാറില്ല നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും എനിക്ക് കേൾക്കേണ്ടി. അപ്പൊ അതിന് പ്രശ്നമല്ല 6 ദിവസം അല്ല 3 ദിവസമല്ലേ 2 അതെനിക്കറിഞ്ഞൂടെ അതെനിക്കറിഞ്ഞൂടെ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പണം അങ്ങനെ അധികം ചെലവാക്കാറില്ല, ആവശ്യത്തിന് ചെലവാക്കി കറക്റ്റ് ആയിട്ട് അത് നോക്കി കണ്ട് ചെയ്യുന്ന കപ്പിൾസ് ആണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ചുകൂടി ഞാനാണ്, ബട്ട് മിഷാക്ക് തോന്നിയ മിഷാ. അപ്പൊ 0 മാർക്ക് കേട്ടോ, ഒന്നുമില്ല. ഓക്കെ, ഇനി ഒരു കടയിൽ കയറിയാല് സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് ആരാണ്? ഇതിലിപ്പോ സംശയം എന്താ കഥ ഉള്ളതുണ്ടോ? എനിക്കിതേ പറയാനുള്ളൂ, ഏത് ഷോപ്പിലാണെങ്കിലും പുരുഷന്മാർക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഫ്രീ വൈഫൈ അല്ല. പക്ഷെ ഞാൻ പറയട്ടെ, നോർമലി എല്ലാരും ചെയ്യുന്ന അത്ര സമയം ഞാൻ സ്പെൻഡ് ചെയ്യില്ല എന്നാണ് എനിക്ക് മീൻസ് ഡ്രസ് എടുക്കാനൊക്കെ പോകുമ്പോ അല്ലേ ശരിക്കുള്ള കാര്യം പറയൂ. അല്ല ടൈം അവളെ തന്നെ എടുക്കുക. നിഷാനെ സംബന്ധിച്ച് ഞാൻ തന്നെ സമയം എടുക്കല്. പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് ഷോപ്പ് ചെയ്തിട്ട് ആള് വരുമോ ഇറങ്ങോ? നിഷാ കൂടി ഞാൻ എടുത്തു കൊടുക്കണം. എന്നിട്ട് എന്നോട് പറയുന്നത് നിഷാക്ക് എന്ത് ഡ്രസ് ആണെങ്കിലും ഒക്കെ എന്നോട് ഇട്ടിട്ട് അല്ല അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണോ? അപ്പൊ ഞാൻ ചിലപ്പോ പേ ചെയ്ത് കൊടുത്താൽ മിഷാന്റെ കഴിയും, ഇന്റത് ഞാൻ തന്നെ സെലക്ട് ചെയ്യണോ? മിഷ പറയൂ എനിക്ക് അങ്ങനെ അറിയൂല. അപ്പൊ അങ്ങനല്ല കണ്ട രസമുണ്ടോ അല്ലേ ഞാൻ പറയും. വേറെ കുറേ വട്ടം ചെയ്തിട്ടുണ്ട് എന്നോട് 2 ഡ്രസ് എടുക്കുക രസം ചോദിക്കും. ഞാൻ ഒന്ന് പറയോള് ഒരു 4-5 വട്ടം പറഞ്ഞു. അതിന് ശേഷം ഞാൻ അഭിപ്രായങ്ങൾ അങ്ങനെ പറയും. പിന്നെ അത് ശീലമായിക്കോളൂ. അല്ല ഇപ്പൊ ഞാൻ കുറച്ചല്ലേ ഇതൊക്കെ അങ്ങനെ എടുക്കല്ലേ വിഷമാണോ വിചാരിച്ചിട്ട്. എല്ലാരും ഒരേപോലെ തന്നെയാണല്ലേ. ഏറ്റവും കൂടുതൽ സമയം കൂടുതൽ ചിലവാക്കുന്നത് ഞാൻ തന്നെ. എനിക്ക് കുറച്ച് മാറ്റാനൊക്കെ കുറച്ച് തോന്നുന്ന സമയം വേണം. ഡ്രസ് ചെയ്തിറങ്ങാനൊക്കെ അതെന്തായാലും അങ്ങനല്ലേ നിങ്ങള് പെണ്ണുള്ള അത്യാവശ്യം. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് മുടി ചീക്കാൻ തീർന്നല്ലേ. ഇന്ന് രാവിലെ കൂടെ ചെയ്ത് കേട്ടതേ ഉള്ളൂ. മുടി ജീവി കഴിഞ്ഞ സുന്ദരനായി കുളിക്കും കൂടി വേണ്ട. ഓക്കെ, അപ്പൊ അടുത്ത് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സർപ്രൈസ് തരുന്നത് ആരാണ് നിങ്ങളിൽ? ഞങ്ങള് കാണിക്കൂ. 2 പേരും കൊടുക്കാറുണ്ട്. സർപ്രൈസ് സാധ്യതകളൊക്കെ വെറൈറ്റി സാധനം ഗിഫ്റ്റ് കൊടുക്കും. ഞാൻ ചെയ്യുന്നപ്പോ ഒരു പുതുമ ഉണ്ടാകേണ്ടതാ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ സർപ്രൈസ് ഞാനും തരില്ലേ. ഉറപ്പിക്കാവോ എന്താ എന്റെ മൈൻഡിൽ എന്താ ഞങ്ങൾ ഈക്വൽ ആണെന്നേനും. മീൻസ് മിഷ എനിക്ക് ഇടയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സർപ്രൈസ് തരലുണ്ട്. ചില ഡ്രസ്സൊക്കെ മിഷാനെ നോക്കി ഓർഡർ ഒക്കെ ചെയ്ത് കാണിച്ച് അതുകൊണ്ടാണ് സർപ്രൈസ് തരലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അല്ലാണ്ട് നമ്മൾ 2 പേരും ഒരേപോലെയാണ് ഗിഫ്റ്റ് കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് അല്ലേ? വെറൈറ്റി ആയിട്ട് എന്താ ഗിഫ്റ്റ് കൊടുത്തേ? ബർത്ത്ഡേക്ക് ഉണ്ടല്ലോ ഈ എന്റെ അമ്മ ഞാൻ വിചാരിച്ചു ഒന്ന് ബർത്ത്ഡേ ആവണ്ടില്ല അതിനും. അതറിയോ 25th ബർത്ത്ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ 25 ഗിഫ്റ്റ് മിഷ സെറ്റ് ചെയ്തിട്ട് ഓരോന്ന് എവിടക്കോ കൊണ്ടുപോയി ഹൈഡാക്കി വെച്ച്, എന്നിട്ട് കൊറേ പസിൽസും ഗെയിമും മറ്റേ മാത്സ് എന്താ ചെയ്തിട്ട് എക്സാമോ? ഞാൻ എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാനാ? ഞാൻ വിചാരിച്ച അന്ന് തെറ്റീന്ന്. മിഷാക്ക് മാത്സ് ഭയങ്കര സിമ്പിളാ. പിന്നെ മിഷ തന്നെ ഉണ്ടാക്കുന്ന പസിൽസ് ആകുമ്പോൾ മിഷ തിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ ആയി വരണ്ടേ. അപ്പൊ എനിക്കും കൊണ്ട് കത്തുന്നില്ല. മിഷ കൊറേ ക്ലൂ തരും. പിന്നെ ലാസ്റ്റ് കണ്ടുപിടിച്ച് വെറൈറ്റി ആയിരുന്നു സംഭവം. ഞാൻ കൊറേ കഷ്ടപ്പെട്ട് ലാസ്റ്റ് രാവിലെ 12 മണിക്ക് പോയി രാത്രി 12 മണി വരെ ലാസ്റ്റ് ഗിഫ്റ്റ് രാത്രി 12 മണിക്ക് കൊടുക്കാനുള്ള രീതിയിൽ. എന്നിട്ട് അപ്പൊ കേക്കും കട്ട് ചെയ്യാം. അപ്പോഴേക്കും ബർത്ത്ഡേ ആയി അങ്ങനെ ഉണ്ടാവും. മിഷാക്ക് ലാസ്റ്റ് ടെൻഷൻ ആവുന്നത് 12 ആവുമ്പോഴും കഴിയൂലേ. ഞാൻ വിചാരിച്ചേക്കും കൂടുതൽ ടൈം എടുക്കും.
എപ്പ തീർന്നു? അല്ല 12 ആ 11 മണിയാകുമ്പോ തീർത്തു. തീർന്നു തീർന്നു തീർന്നു. പിന്നെ ലാസ്റ്റ് ആ കേക്ക് എടുത്തു വരാനുള്ളതല്ലേ. കുറച്ച് പക്ഷെ നല്ലതായിരുന്നു എല്ലാം. മിഷ നല്ലോണം ക്രിയേറ്റീവ്, അതെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷായി. പോരുന്നു ഞങ്ങളുടെ കൂടെ ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട്. മീൻസ് ഗിഫ്റ്റ് തന്നതിനെക്കാട്ടിലും കിട്ടിയതിനെക്കാട്ടിലും എഫേർട്ട് എടുത്തില്ല. കാരണം ഓരോരോ ഗിഫ്റ്റും ഇവിടെ കോവ കൊണ്ടുപോയി വെക്കുന്നേ. പിന്നെ കേക്ക് മിഷ സെലക്ട് ചെയ്ത കേക്ക്, എനിക്ക് വേണ്ടി ചെയ്യിപ്പിച്ച കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ കൊടുത്ത ആ ഒരു റൈറ്റിങ്സും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്തൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതും ഡ്രസ്സൊക്കെ അവരുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ആ താത്തന്റെ കോണ്ടാക്ട് നമ്പർ ആണ് ലാസ്റ്റത്തെ അത് ക്ലിയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. അപ്പൊ അത് ക്ലിയർ ചെയ്ത് ലാസ്റ്റ് ഞാൻ എന്റെ ഫോണിൽ എനിക്ക് ഒരു പകുതി മുക്കാലായപ്പോ മനസ്സിലായി ഒരു കോണ്ടാക്ട് നമ്പർ ആണെന്നുള്ളത്. അപ്പൊ അടിച്ചു നോക്കുമ്പോ ആ താത്ത അപ്പൊ ഇങ്ങനെ കേക്കിൻ്റെതാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ അവിടെ പോയി കേക്കും കൊടുത്ത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് ദിവസമായിരുന്നു. അതെ അതെ കൊള്ളാം. ഇതുപോലെ അപ്പൊ വെറൈറ്റി തന്നിട്ടുള്ളത് അതെ അതെ തന്നെ. വെറൈറ്റി എന്നല്ലോ ചോദിച്ചാൽ കൂടുതൽ തന്നതാണ് സർപ്രൈസുകൾ തന്നതെന്നല്ലേ. വെറൈറ്റി ആണ് മിഷാൻ കൂടുതൽ കൊടുത്തത് ഈക്വൽ ആണ്. ഈക്വൽ ആണ്. ഇതിലും തെറ്റാണ് ഒരു പോയിന്റ് ആണ്. ഓക്കെ. ഈ റീൽസ് കണ്ടിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് ആരാ? അല്ല ശരി, അങ്ങനെ ചെയ്യല്ല. രണ്ടാളും ചെയ്യല്ല. ഞങ്ങൾ രണ്ടാളും ചെയ്തില്ല അങ്ങനെ. പിന്നെ ഒരബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് അറിയോ? ഒരു പോസ്റ്റ് അതിനൊരു 1000 പ്രാവശ്യം പറഞ്ഞ ഫ്രോഡാ അത് കേട്ടില്ല. വാങ്ങി പൈസയും കൊടുത്ത് ഏതോ സൈറ്റ് കുറച്ച് ഡ്രസ്സ് കാണിച്ചു തന്നു. രസം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ സൈറ്റ് കണ്ടപ്പോ പറഞ്ഞു അത് കണ്ടു ഫേക്കാന്ന് തോന്നുന്നു, ഓർഡർ ചെയ്യാൻ. അപ്പൊ ഇൻസ്റ്റാഗ്രാം അങ്ങനെ അധികം അങ്ങനത്തെ സംഭവങ്ങൾ ആക്റ്റീവ് അല്ല. അപ്പം എനിക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റോറി ഇതാക്കുമ്പോൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആഡ് വരുമല്ലേ, അങ്ങനെ ഏതോ പൊട്ട സൈറ്റാ. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞില്ല അങ്ങനെ ഒരു സൈറ്റിൽ നിന്ന് ഡ്രസ്സ് എടുത്ത കഥ തന്നെ പറഞ്ഞു. അപ്പൊ ഞാന് വെസ്റ്റേൺ ടൈപ്പ് നല്ല നമ്മളെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് ടൈപ്പ് ടോപ്സും കാര്യമൊക്കെ കണ്ടപ്പോ 3 ടോപ്പിന് എത്ര 1500 അങ്ങനെ എന്താ ഉള്ളൂ ഓഫർ പ്രൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല വെറൈറ്റി ഉണ്ട്, ഈ പ്രൈസിന് ഇത് വെർത്താന്ന് വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്ത് പെയ്ഡും ആക്കി. വന്ന് നോക്കുമ്പോ ഏതോ ചേച്ചി അത് ഞാൻ പറയുകയും ചെയ്തു, അങ്ങനെ തുണിയൊക്കെ കഴിക്കും കിട്ടുക സെയിം ഏതോ ചേച്ചിമാര് അയച്ചിട്ട സാരി പറഞ്ഞില്ല തുടക്കം കേറിയ സാരിയൊക്കെ. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വേസ്റ്റ് ബാസ്കറ്റിൽ ഞാൻ മിഷാനോ പറഞ്ഞില്ലേ അന്ന് പറഞ്ഞില്ല, പിന്നെ അവളോട് സംസാരിച്ചു സമയം എടുത്ത്. അതെ. വെറൈറ്റി ശേഷം ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഓൺലൈൻ പർച്ചേസിംഗ് ഇല്ല അതിൽ, അതായത് ഇൻസ്റ്റാഗ്രാം ത്രൂ സൈറ്റിൽ കയറി ചെയ്യാറില്ല. ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് റിയൽ ലൈഫിൽ ഇല്ലാത്ത ഭയങ്കര സൗമ്യതയും മാന്യതയും അഭിനയിക്കുന്നത് ആരാ? എനിക്ക് ചില ആൾക്കാരെ വേദനിക്കത് വിചാരിച്ചു. നല്ല കുട്ടിയായിട്ട് സംസാരിക്കും. ഓക്കെ, ആൾക്ക് അറിയുകയും ചെയ്യാം. ചില സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യേണ്ട ആവശ്യം കൂടെ വരുമല്ലോ. നിഷ്കളങ്കമായ മുഖം നോക്കൂ. പക്ഷെ അതെ, ആരെയും നമ്മൾ വേദനിപ്പിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും സന്തോഷം മാത്രം, പോസിറ്റിവിറ്റി, സന്തോഷം മാത്രം കൊടുക്കാം. ശരി, അടുത്ത ചോദിക്കട്ടെ. മാർക്ക് 2 അല്ല, നിങ്ങൾക്ക് 2 കൂടി നമ്മൾ മേഡ് ഫോർ ഈച്ച് ഒരുമിച്ച്. ഇത് മറ്റേ എക്സാമിന് ഇവരാണോ ജയിക്കുക നമ്മളാണോ ജയിക്കാന്നുള്ളതായിരിക്കും. ഇതിപ്പോ നമ്മളെപ്പോ ജയിച്ചോണ്ടിരിക്കണേ. ഓൾറെഡി നിങ്ങൾ പോയിന്റ്സ് കുറവാണ്. ശരി. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് വേണം കറക്റ്റ് ആൻസർ ആണ് കാണിക്കേണ്ടത്. മനസ്സിലായി? ഓക്കെ. ഈ ബാത്റൂമിൽ കയറിയാൽ ഫോൺ നോക്കി മണിക്കൂറുകളോളം ഇരിക്കുന്നത് ആരാണ്? പാട്ടൊക്കെ കേട്ട് പല്ല് തേക്കുക, അതൊക്കെ ഭയങ്കര താല്പര്യം. ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണല്ലോ കൊറേ ആളുടെ ശീലങ്ങൾ മനസ്സിലാവാ. അല്ല, എനിക്ക് ഒരുമിച്ച് കൊറേ പുറത്തു പോയിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോ എനിക്ക് എങ്ങനെയായിരുന്നു, നമ്മളിടയിൽ ട്രിപ്പ് പോയിട്ട് കുറച്ച് നിൽക്കൂലേ, അതുപോലെ എനിക്ക് റൂമിലൊക്കെ കയറി ഞങ്ങൾ രണ്ടാളും ട്രിപ്പ് വന്നൊരു ഫീൽ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിയിരുന്നു ഒരു 1 വീക്ക് കഴിയുമ്പോ എനിക്ക് ഹോം സിക്ക് ഉണ്ടാവോ എന്തെന്നാണ് എന്നുള്ളൊരു ടെൻഷനായി. അപ്പോഴേക്കും മൊത്തത്തിൽ സെറ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ എനിക്കറിയാം കുറെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ, അതൊന്നും വലിയ പ്രശ്നമില്ല. ഈ ഫോൺ അഡിക്റ്റ് ആരാ കൂടുതല്?
ഞാൻ കരുതി മിസ്റ്റർ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട്. അതായത് എനിക്ക് അധികം ഫോൺ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് മടുപ്പാവും. എനിക്ക് അല്ലാണ്ട് കുറച്ച് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നതൊക്കെയാണ് കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പൊ എന്റെ വർക്ക് അതായോണ്ട് എനിക്ക് ഫോൺ യൂസ് ചെയ്യാണ്ട് വേറെ ഒഴിവില്ലല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ കയറി കോണ്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ മിസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ? ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. പിന്നെന്ന് വെച്ചാല് എന്തായാലും എനിക്കുണ്ടല്ലോ ഈ ഇതൊക്കെ കഴിയുമ്പോഴേക്കും, അതായത് ഇപ്പൊ ഷൂട്ടും എഡിറ്റും കാര്യം കഴിയുമ്പോഴേക്കും എനിക്ക് വേറൊരു റീല് കണ്ടിരിക്കാനുള്ള സമയമോ അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടൂല. അപ്പൊ ഞാൻ അധികം അങ്ങനെ റീല് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ചിലതൊക്കെ ചില ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, പക്ഷെ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. ഒരു ഫ്രീ ടൈം കിട്ടാൻ ഞാനും വിചാരിക്കലുണ്ട്, പക്ഷെ ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം തിരക്കായിട്ട് ഒരു വർക്ക് കാര്യമൊക്കെ വന്നത് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവരെ ഭയങ്കര ഈസിയാണ്, അധികം ജോലി ചെയ്യേണ്ട, നിങ്ങൾ ചെറുതെ ബ്ലോഗ് എടുത്താൽ മതി. പിന്നാപ്പുറ കാഴ്ചകൾ കാണാത്തോണ്ടാ. വീഡിയോ എടുക്കാൻ വേണം ഒരു ദിവസം, എഡിറ്റ് ചെയ്യാൻ വേണം 2 ദിവസം. ശരിയാ, അത് അപ്ലോഡ് ചെയ്ത് ആ ഹാർഡ് വർക്ക് കുറച്ച് സത്യം അത്ര ഈസി അല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്തെടുക്കണ്ടേ, പറ്റിയ പാട്ട് കണ്ട് അടിക്കണോ, അതിൽ കോപ്പിറൈറ്റ് ഉണ്ടാവാൻ പാടില്ല, എന്താ കഷ്ടപ്പാടുകളാ. ആദ്യം ഒരു പാട്ട് കയറ്റി അതായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, പിന്നെ അതിനുള്ള കണ്ടിട്ട്. ശരിയാ, എനിക്കൊരു വോയിസ് ഓവർ ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പാട്ടോ. ഞാൻ തന്നെ എന്തോ കലപ്പില പറഞ്ഞാൽ മതി. ബട്ട് അതും നമ്മൾ ടൈം എടുത്ത് പറയുന്നതും പെട്ടെന്ന് എഡിറ്റിംഗ് തീർക്കുന്നതും തമ്മിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ഡയലോഗൊക്കെ കയറ്റി ഫണ്ണാക്കി അങ്ങനെ ചെയ്യാൻ നമുക്ക് കുറേ സമയം വേണം, അതിന് ആപ്റ്റായിട്ടുള്ള ഡയലോഗും കാര്യം കണ്ടുപിടിക്കാൻ. മറ്റേത് കുറച്ചുകൂടി ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ, ഏറ്റവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആരാണ് ഈ കൂട്ടത്തില്? പതുക്കെ മാറ്റി. അല്ല, എനിക്കാണ് ചെറിയ കാര്യത്തിന് കൂടുതൽ ദേഷ്യം വരില്ല, എനിക്കാണ്. പിന്നെ മിഷാക്കും ദേഷ്യം വരും, ബട്ട് കൂടുതൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഞാനാണ് കുറച്ച് വേഗം ദേഷ്യം പിടിക്കുക. കൂടുതൽ സമയം ഫേസ് അങ്ങനെ വെക്കുക ഞാനാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ദേഷ്യം പിടിക്കും, കുറ്റസമ്മതം നടത്തുന്ന പോലെ ഇവിടെ പറയണേ. ഓക്കെ, ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഇപ്പം രണ്ടുപേരും രണ്ടുത്തരാ പറഞ്ഞേ, രണ്ടുപേരും ഒരുമിച്ച് ഒരേ അതേതായിരിക്കും. ഓക്കെ, 4 4 മാർക്ക്. ഓക്കെ, റെഡി? ഒരു തവണ കാണിക്കാൻ പാടുള്ളേ. ഇതിങ്ങനെ കാണിക്കും, ഫോട്ടോ വീണ്ടും വീണ്ടും തിരിക്കുന്നുണ്ട് രണ്ടുപേരും. ഓക്കെ, കൂട്ടത്തില് ഏറ്റവും റൊമാൻറ്റിക് ആരാണ്? ആണോ? ആള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. മിസ്റ്ററി ഭയങ്കര കുറച്ചുകൂടി സീരിയസ് ആണോ? അല്ല, റൊമാൻറ്റിക് ആണ്, പക്ഷെ കൂടുതൽ ഞാനാണെന്നാണ്. അതെ, അതായത് എന്നെക്കാട്ട് ഒരു പടി ഇങ്ങനെ ഞാൻ റൊമാൻറ്റിക് അല്ലാണ്ട് ഇങ്ങനെ റൊമാൻറ്റിക് അല്ല എന്നുള്ളതിലേക്കൊന്നുമല്ല, നമ്മളെ കൂട്ടത്തിൽ ഒരു പൊടിക്ക് ഹൈ എന്നുള്ളത് ഉണ്ടാവും. അങ്ങനെ മിഷാണ്. ഈ റൊമാൻറ്റിക് മൂമെന്റ് ആളുടെ ഏറ്റവും കൂടുതൽ ഭാവം തോന്നിയ എന്താ? എന്ത് റൊമാൻറ്റിക് ആയിട്ട് ചെയ്തൊരു കാര്യം അതൊക്കെ പറയാൻ പറ്റുന്നത്? അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ മിഷാന്റെ അങ്ങനെയല്ല, ചില ഒരു എന്താ പറയാ, എനിക്ക് അറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ചോദിക്കല്ലേ. ഒരു ചെയ്ത കാര്യം, അതായത് ഭയങ്കര റൊമാൻറ്റിക്, ഗിഫ്റ്റ് വാങ്ങിത്തരാ, പൂക്കള് വാങ്ങിത്തരാ. അത് വെച്ചാല് എന്നെ കാണാൻ വരുമ്പോ ഇനിയിപ്പോ നമ്മൾ എന്തേലും ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ പിന്നെ കാണാൻ വരുമ്പോ ഫ്ലവർ ഒക്കെ വാങ്ങിട്ട് എന്റെ അടുത്തേക്ക് വരിക, അവരങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ വരും. പിന്നെ പുറത്തുണ്ടായിട്ട് എന്തെങ്കിലും വാങ്ങി തരുമോ. കൂടുതലും നമ്മള് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവൂലേ, എനിക്ക് KFC ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വിശാക്കാർക്ക് നമ്മൾ ഇങ്ങനെ പോവുക, അതിന് അങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോരോ പ്ലാൻ ചെയ്യും. വിശ ഫിലിമിന് പോകുന്നതും അതൊക്കെ മേ ബി നോർമൽ ആണ്, ബട്ട് എനിക്കറിയാം. പക്ഷെ എങ്കിൽ വിശ ചില സമയത്ത് ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആയി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ അതൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഫ്ലവറൊക്കെ കൊണ്ടുവരുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഗിഫ്റ്റ് ചെയ്യാനാണ് ലവ് ലാംഗ്വേജ് എന്ന് തോന്നുന്നു അല്ലേ ആളുടെ? ആളുടെ ഒരു ലവ് ലാംഗ്വേജ് എന്താ ശരിക്കും? എനിക്കങ്ങനെ ലവ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടോ വിശ? അതായത് ഇവള് ചെറിയ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുക. അതായത് ഞാൻ ഇവളെ വീട്ടില് ഒരു വട്ടം പോയി, അപ്പൊ എന്താ ഉച്ചക്ക് എന്തോ ഒരു, അതായത് ഞാൻ വരുന്ന എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ നോർമലി ഫുഡല്ല ഉണ്ടാക്കുള്ളൂ. അപ്പോ എന്തോ ഉണ്ടാക്കി എന്നോട് എന്തോ ചോദിച്ചു, എനിക്ക് എന്ത് ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തോ എടുത്ത പടക്ക് പരിപ്പും കറി ഇഷ്ടം എന്ന് പറഞ്ഞേ. പിന്നെ അവളവിടെ പോകുമ്പോ എന്നും ഇത് തന്നെ പരിപ്പും കറി. അതുപോലെ പിന്നെ എന്തോന്ന് പുറത്ത് വെക്കുമ്പോ എന്ത് ഇഷ്ടപ്പെട്ട എന്തും പറയല് പേടിയാ, ഞാൻ ക്യാബേജിന്റെ ആന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഞാൻ അടുത്ത വട്ടം വരുമ്പോ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ നമ്മൾ നോർമലി പറയാം എനിക്ക് ഇതാണ് ഇഷ്ടം, അല്ലാണ്ട് ഫോർ എക്സാമ്പിൾ പറയാട്ടോ മനസ്സിലാക്കിയിട്ട് അത് നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്.
കാര്യമായിട്ട് താങ്ക് യു. അതെ ഞാൻ ഇപ്പൊ നോർമലി ഇപ്പൊ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇതാന്ന് പറയാം. പക്ഷെ എനിക്ക് വേണമെന്ന് അർത്ഥമല്ല. പക്ഷെ വെളി അത് നോക്കി അടുത്ത വട്ടം വരുമ്പോ സെയിം സാധനം ഉണ്ടാക്കിയത്. ഓ നൈസ്, കൊള്ളാം. താങ്ക് യു. അപ്പൊ അടുത്ത് ചോദിക്കട്ടെ, പരസ്പരം വഴക്കിടുമ്പോൾ വാദിച്ച് ജയിക്കുന്ന ആരാണ്? മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ രണ്ടാളും വിട്ടുകൊടുക്കല്ല. ഇല്ല. അല്ലേ, പക്ഷെ എന്താണെന്നറിയോ, സോറി രണ്ടാളും പറയലുണ്ട് കേട്ടോ. എനിക്ക് എന്താ വെച്ചാല് കുറച്ച് സംസാരിച്ചാലേ എന്റെ മനസ്സ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ കുറച്ച് മിണ്ടാണ്ടിരിക്കെങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇങ്ങനെ ക്ലിയർ ആവണ ഇങ്ങനെ പറയും. പിന്നെ വിശാലിന്റെ ഭാഗത്ത് വെച്ചാൽ മിണ്ടാതിരിക്കണം. ആദ്യം എനിക്ക് എന്താ പറയാ, സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണ്ടി. പക്ഷെ മിഷാക്ക് അപ്പൊ സംസാരിക്കാണ്ട് നിന്ന് സ്വിച്ച് ഇട്ട പോലെ നാളേക്ക് റെഡി ആവും. ബട്ട് എനിക്ക് കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എടുക്കും, അതാണ് ബാധിച്ചെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ രണ്ടാളും അങ്ങോട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആരെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആള് സോറി പറയും. ഞങ്ങളെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്ന് വെച്ചാലേ, ഞങ്ങൾ ഇനിയിപ്പൊ എന്ത് പറഞ്ഞ് തെറ്റി മുറിച്ച് ഡിവോഴ്സ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടാൽ ഞങ്ങൾ നന്നാവും. മീൻസ് ഞങ്ങൾ അപ്പൊ ചിരിക്കും. നേരിട്ട് കണ്ടാൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് കണ്ടാ ചിരിക്കും. എന്നിട്ട് എന്താക്കുന്ന അറിയോ, ഞങ്ങൾ ഫേസ് നോക്കൂല, തായോണ്ടല്ലേ നോക്കും. വിശാല് ചിരി വന്നാലും ഇങ്ങനെ ചുണ്ടൊക്കെ കടിച്ചു പിടിച്ചേട്ടോ അത് കാണുമ്പോൾ നമുക്കും ചിരി വരും. അതെ, അപ്പൊ ഞങ്ങള് മീൻസ് ഡയറക്റ്റ് കണ്ടാല് ഞങ്ങൾക്ക് തെറ്റി നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ദേഷ്യം വരുമ്പോ കാണാൻ പോലെ. അതാണ്. അപ്പൊ ഞങ്ങൾ വേണം അതെനിക്ക് എന്തായാലും ഒരു ഉള്ളിലൊരിതുണ്ട്. മീൻസ് ഇതിപ്പോ കണ്ടാ തീരാവുന്നതേ ഉള്ളല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പം അതാണ് ഞങ്ങളെ എൻഡ് എന്ന് പറയുന്നത്. സ്വഭാവം മാറ്റിയെടുക്കുന്നത് മാറ്റിയെടുക്കണം, പക്ഷെ പിടക്കം മാറ്റുന്നത് മാറ്റണം. അതാണ് മാറ്റണം. ഓക്കെ ഓക്കെ. അടുത്തത്, ഈ പാതിരാത്രിയില് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ എഴുന്നേപ്പിക്കുന്ന ആരാ? എനിക്ക് വിശക്കുന്നു, അതായത് അങ്ങനല്ല, എനിക്ക് വിശന്നാലും ഞാൻ പെട്ടിട്ട് അങ്ങ് എടുക്കും. അത് ഇവിടെ വന്നതല്ലോ നോർമലി ഉള്ളത്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പുറത്തൊക്കെ ദുബായിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിന് എന്റെ കൂടെ ഉള്ളോല് അവരിങ്ങനെ ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക് ശീലമാകുമല്ലോ. അങ്ങനെ കഴിക്കാൻ പോലുണ്ടായിരുന്നു. അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാവുള്ളപ്പോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. വിശക്കലില്ല പൊതുവെ. ഞാൻ നോർമലി ഫുഡ് കുറച്ചേ കഴിക്കുള്ളൂ. കുറച്ച് മീൻസ് എനിക്ക് എപ്പോഴും കഴിക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോ കഴിക്കാണ്ടിരുന്നാലും പ്രശ്നമില്ലാത്ത ഒരു ടൈപ്പ് ഉണ്ടാവൂലേ അങ്ങനെ. പക്ഷെ ഞാൻ കഴിക്കാണ്ടിരുന്നാലും തടിക്കും, അതാ എന്റെ ഒരു വിഷയം. കഴിക്കാൻ തടിക്കും. അതായത് ഞാൻ അധികം ഫുഡ് കഴിച്ചിട്ട് തടിക്കുന്ന ആളല്ല. മീൻസ് ഡയറ്റിൽ നിന്നാ മെലിയയില്ല, അങ്ങനെ ഉണ്ടാവില്ല ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ശരീരം ഇതാണ്. ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ അപ്പം വലിയ സോറി എന്ത് കഴിച്ചാലും തടിക്കൂലേ. ഒരു സമയം കഴിക്കാണ്ടിരുന്ന അത് മെലിയുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് മിഷാൻ. അങ്ങനൊന്നല്ല, ഞാൻ നല്ലോണം ഫുഡ് അതായത് കഴിക്കും. അത് പക്ഷെ ഒരുപാട് കഴിക്കില്ല. ഇഷ്ടമുള്ള എല്ലാം കഴിക്കും, പക്ഷെ ഒരുപാട് കഴിക്കില്ല. മിസ്റ്റർ ഫുഡൊക്കെ ഉണ്ടാക്കി തരാറില്ലേ? ആളുണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? ഞങ്ങള് മുംബൈയിൽ നിന്നപ്പോ കേവലം ബിരിയാണി ഉണ്ടാക്കി തന്നീനു, അത് ഇഷ്ടപ്പെട്ടു. കുക്ക് ചെയ്യാറില്ല കേട്ടോ. ഇല്ല, ഇവിടെ തോനെ ഉമ്മ എന്നാ കുക്ക് ചെയ്യല്. മീൻസ് എനിക്ക് കിച്ചണിൽ കയറേണ്ട ഒരു അവസരം ഉമ്മ തരില്ല. ഞാൻ പറഞ്ഞല്ലോ ഉമ്മ ഒരു പാവാ. അപ്പൊ ഞാന് ബാക്കി എന്തേലും ഉമ്മക്ക് അടിക്കല് അങ്ങനെ എന്തേലും പണിയൊക്കെ എടുക്കും. ഉമ്മ കുക്കിങ്ങും വീട്ടിലത്തെ പോലെ തന്നെ അവിടെ ഫുഡ് വിളമ്പി തരും. അങ്ങനെ ഞങ്ങൾ നല്ലോണം നോക്കും. ആളെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? കുക്ക് ചെയ്യൂ. ഞങ്ങൾ മുംബൈയിൽ കുറച്ചുണ്ടായി മാരീഡ് നിക്കാഹ് കഴിഞ്ഞ സമയത്തില്ലേ, അവിടെ അവർക്ക് ഫ്രണ്ട്സിനൊരു ഫ്ലാറ്റ് ഉണ്ടായി അവർക്ക് എല്ലാവരും കൂടി. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു 15 ദിവസം. അവിടുന്ന് ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കലു. ഫസ്റ്റ് നിക്കാഹിന് ഫസ്റ്റ് ഡേ ആണല്ലോ, നല്ല രസമായിരുന്നു ഒന്ന്. ഇന്നിപ്പോ ഞാൻ കുക്ക് ചെയ്യണേ, നാളെ മിഷ കുക്ക് ചെയ്യും. അപ്പൊ മന്തി എല്ലാം ഉണ്ടാക്കും മിഷ. ഫോണിൽ നോക്കി മിഷക്ക് എന്താ അറിയോ, ഫോണിൽ വീഡിയോ ഒക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാവില്ല ഒരു വൈകില്. കിച്ചണങ്ങ് വിട്ടുകൊടുക്കണം, പക്ഷെ പിന്നെ ഞാനൊന്നും കൂടരുത്. അപ്പൊ എല്ലാം ഇഷ്ടം, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് മിഷാക്ക്. അല്ലല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ. ചിലപ്പോ കുറച്ച് വേവൊക്കെ കുറയോ, പക്ഷെ മിഷ ഉണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടം ഉണ്ടാവലുണ്ടല്ലോ.
ഒരു ദിവസം വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിയേ. അന്ന് ആര്? മിഷ, അതായത് എന്റെ ഉമ്മ ഉമ്മക്ക് എങ്ങാനും പോയ സമയത്ത്, അല്ല ഉപ്പന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് മിഷ വീട്ടിൽ നിൽക്കാൻ നിന്നു. അന്ന് ബിരിയാണി ഉണ്ടാക്കിനു. ഞാൻ എന്നിട്ട് വലിയ ഒരായി ആദ്യം കഴിക്കാൻ നിന്നീനെ. ഞങ്ങൾ എന്തോ ഒരു സൗന്ദര്യം മിഷ അകത്ത് പോയ സമയത്ത് ഞാൻ വേഗം പോയി എടുത്ത് കഴിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പറയാൻ പറ്റില്ല, അപ്പൊ അപ്പൊ എനിക്ക് എന്താ പറയാ, ആ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയ എല്ലാം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കല്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഷെഫ്മാർ അങ്ങനെ യൂട്യൂബിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ. ഓക്കെ, സക്സസ്ഫുള്ളി നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കിട്ടി? ഞാൻ കാർഡ് എങ്ങനെ ഇരിക്കുന്നു? കാർഡാ 6 പോയിന്റ്സ് നേരത്തെ 4 ഏകദേശം 2 ജയിച്ചല്ലേ? 4 വരെ എനിക്ക് ഓർമ്മയുണ്ട്. 5 ആയെന്ന് തോന്നുന്നു. 5. അപ്പൊ 10 ചോദ്യങ്ങളായിരുന്നു, അതിൽ 5 കറക്റ്റ് ആക്കി. ഓക്കെ, 5 ഞങ്ങൾ തെറ്റിച്ചാ? ആ പിന്നെ ഇങ്ങനെ തിരിക്കുന്ന ഓർമ്മയില്ലേ? ഓക്കെ, അതെ, നമുക്ക് 3 ഗെയിംസ് ഉണ്ട്. അപ്പൊ നമുക്കിത് 3-ൽ 2 പോയിന്റിൽ നിങ്ങൾ വിജയിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും തരാം ഞങ്ങൾ. മുളകൊക്കെ കണ്ടതാ ചോദിച്ചേ. ഓക്കെ, അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോയാലോ? റെഡിയാണ്?